ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ്. ഇന്നലെ ഞങ്ങൾ മൈസൂർ പോയ വീഡിയോസ് ആണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം മൈസൂരിൽ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടിക്കാണ് പോണത്. അങ്ങനെ ഊട്ടിയിലെത്തിയപ്പോൾ ടൈം 8:30 ആയിക്കണം കേട്ടോ രാത്രി. അപ്പോൾ നമ്മളിവിടെ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബാബുവിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ട് റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഒരു ലൊക്കേഷനൊക്കെ വിട്ടുതന്നിട്ടുണ്ടായിന്. ഊട്ടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. നമ്മൾ റൂമല്ല, ഒരു വീടാണ്. നമുക്ക് 2 ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ്. കറക്റ്റ് കിലോമീറ്ററിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. ബാബുവിനോട് ചോദിക്കണം. വോയിസ് കൊടുക്കുന്ന സമയത്ത് ബാബുവിൻ്റെ അടുത്തില്ലേനെ കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോ ചെയ്തിനല്ലോ ആ വീട്ടിൽ നിന്നിനത്. അപ്പോൾ അതിൽ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിന് കേട്ടോ, ഊട്ടിയിൽ എവിടെയാണിത് ഒന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ വല്ലാതെ കാണാനൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ രാവിലെ നമുക്ക് എല്ലായിടത്തും പോവാമെന്ന് വിചാരിച്ചു. രാത്രിയത്തെ കാഴ്ച അല്ലെങ്കിൽ നല്ല ഭംഗിയാണല്ലോ അല്ലേ. ഇതാ കണ്ടോ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളാട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ വലിയ വലിയ വീടും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ചെറിയ ചെറിയ വീടുകളാണ്. വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. രാത്രിയത്തെ വ്യൂ വേറെ, പകലത്തെ വ്യൂ വേറെ. പകലിങ്ങനെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഭംഗി. രാത്രിയിൽ ഇങ്ങനെ കുറേ ലൈറ്റുകളൊക്കെ കാണുമ്പോൾ അത് അങ്ങനെ ഒരു ഭംഗി. അങ്ങനെ എന്തായാലും നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടേ വല്ലാതെ ക്ലിയർ ഒന്നുമില്ല വീഡിയോ. രാവിലെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതാ ഇവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ 2 ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഞങ്ങളും അപ്പുറത്ത് ഓരുമാണ് കേട്ടോ. ഈ റൂമിലാണ് കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത്. മറ്റോടത്ത് കിച്ചൺ ഇല്ല തോന്നുന്നുണ്ട്. ഗ്യാസ് ഇല്ല, കിച്ചൺ ഉണ്ട് പക്ഷേ ഗ്യാസ് ഇല്ല, ഗ്യാസ് സ്റ്റൗ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്നല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസൊന്നും നമുക്ക് വേണമെന്നില്ല. ചെറിയൊരു ഹാളും അതേപോലെ ഒരു ബെഡ്റൂമും ഒരു കിച്ചണും അതാട്ടോ ഉള്ളത്. അതേപോലെ തന്നെ ഉള്ളിലൊരു ബാത്റൂമും ഒരു അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെയുള്ള ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സോഫയും കസേരയും ഒക്കെ ഉണ്ട് ഹാളിൽ. അപ്പോൾ ഇനി കിച്ചൺ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് ചായ ഇടുന്നൊക്കെ വീഡിയോയിൽ കാണിച്ചിനി. അപ്പോൾ പറഞ്ഞിനി അവിടെ പോയിട്ടും കുക്കിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചിനി. കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. രാവിലെ ചായ ഉണ്ടാക്കിനി, വേറെ കുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ചെറിയൊരു കിച്ചണ്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ചെറിയ കിച്ചൺ കാണുന്നത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഉച്ചക്ക് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ വണ്ടിയിൽ നിന്ന് എടുത്താണ്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിനി കേട്ടോ. അതേപോലെ ചിക്കൻ കറിയൊക്കെ കേട് വന്നീനെന്നൊക്കെ ചോദിച്ചിനി. ചിക്കൻ കറിക്കൊന്നും ഒറ്റ കേടില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇവിടെ എത്തി. കുറേ നടന്നതുകൊണ്ട് കാലിനൊക്കെ നല്ല കടച്ചിലും വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഫ്രഷായി ഒക്കെ ചെയ്തു. മക്കൾ ഇവിടെ തീയൊക്കെ ഇട്ടാണ് കേട്ടോ പുറത്ത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതേപോലെ തന്നെ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പുണ്ട്. പിന്നെ ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കി. അതേപോലെ നെയ്ച്ചോറൊക്കെ എന്തായിക്കണം നോക്കി. നെയ്ച്ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേടൊന്നും വന്നിട്ടില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെയ്ച്ചോറിനും കുഴപ്പമില്ല, ചിക്കൻ കറിക്കും കുഴപ്പമില്ല. പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊറോട്ടയും അതേപോലെ കുറച്ച് നെയ്ച്ചോറൊക്കെ കൂട്ടിയാണ്ട് എല്ലാവരും രാത്രിക്കത്തെ ഫുഡ് കഴിച്ചു. പിന്നെ ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ്. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിട്ടോ. നല്ല തണുപ്പുണ്ടേന്. നമ്മളെ നാട്ടിൽ ചൂട് ഇപ്പോൾ പറയണ്ടല്ലോ, എന്തോ ഒരു ചൂടാണെന്ന് അറിയാം. രാത്രിയിൽ നമുക്ക് ഉറക്കേ ഇല്ലല്ലേ. നമ്മളിവിടേക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് അവസ്ഥ എന്നറിയില്ല. അപ്പോൾ രാവിലെ ഇങ്ങനെ മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി നോക്കിയത് കേട്ടോ. അപ്പോൾ ഈ കാട്ടിപ്പോത്തുകളില്ലേ, അയിറ്റളിങ്ങനെ പുല്ലൊക്കെ തിന്ന് നടക്കണ കണ്ടിട്ടോ. വിട്ടുന്ന് കണ്ടതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത് കൂടെ വരാൻ തുടങ്ങി. അങ്ങനെ അപകടകാരികളൊന്നും അല്ല തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ കണ്ടപ്പോൾ പേടിച്ചിട്ടുണ്ടായിരുന്നു, വരിക്ക് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. മക്കളൊന്നും അടുത്തേക്കൊന്നും വിട്ടില്ല, മക്കളൊക്കെ പിടിച്ച് വെച്ച് നിർത്തി. അപ്പോൾ ഇവിടെ അങ്ങനെ അലമ്പില്ല ഏരിയ ഒന്നും അല്ല കേട്ടോ. നല്ല നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ്. ഒരു കുഴപ്പമില്ല. മക്കൾക്കൊക്കെ ഇറങ്ങി നടക്കാൻ മുറ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ അങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം മുറ്റത്ത് കൂടെയൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെ ട്രിപ്പൊക്കെ പോന്നപ്പോഴേ 2 ദിവസം നല്ല സുഖമാണ് കേട്ടോ. കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വെറും ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കല്ലേ. ഇനിയിപ്പോൾ വീട്ടിലെത്തിയാൽ പണി ഇഷ്ടം പോലെ ഉണ്ടാവും. എന്തായാലും ഇതേപോലെയൊക്കെ ഒന്ന് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ഫാമിലി ട്രിപ്പൊക്കെ പോകുന്ന ഒരു 2 ദിവസമൊക്കെ അങ്ങനെ മാറി നിൽക്കുമ്പോഴേ ഒരു
നല്ലൊരു വൈബ് തന്നെയാണ്. എനിക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. പക്ഷേ എനിക്ക് നല്ലൊരു ഇതായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. മറ്റേത് എനിക്ക് എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ എനിക്ക് നമ്മളെ വീട്ടിൽ തന്നെ എത്തണം. എവിടേക്കെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയിടാം. വീട്ടിലെത്തോളം ഒരു സുഖവും കിട്ടൂല. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോരാനേ തോന്നണില്ല. എന്താ പറയുക, നല്ലൊരു ഏരിയ കേട്ടോ അവിടെ നിൽക്കാനും. അതേപോലെ തന്നെ ഒരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കല്ലേ. പിന്നെ എന്നാൽ നമ്മളെ ഫാമിലി നമ്മളൊപ്പം ഉണ്ട്, മക്കളും ഹസ്ബൻഡും ഒക്കെ. ഒന്നാമത് അതാണ് പോരാൻ പോതില്ലാത്തത്. മക്കൾക്കും അങ്ങനെ തന്നെ കേട്ടോ. ഒരുക്കും നല്ല സന്തോഷമാണ്. ഒരുക്കും അതേപോലെ തന്നെ നമുക്ക് ഇന്നും കൂടി ഇവിടെ നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മക്കൾ. അങ്ങനെ മുറ്റത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ നല്ല തണുപ്പുണ്ട്. ഇനി വെയിലുണ്ടായപ്പോൾ ആ വെയിലിൻ്റെ ചൂടിങ്ങനെ തട്ടിയപ്പോൾ നല്ലൊരു സുഖം. അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ രാത്രിയിൽ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഒരു പാലും അതേപോലെ പഞ്ചസാരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ഫ്രിഡ്ജൊന്നും ഇല്ല, പക്ഷേ പാലിനൊരു കേടും വന്നിട്ടില്ല കേട്ടോ. രാത്രി കൊണ്ടുവന്നതാണെങ്കിലും നമ്മളവിടേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ രാവിലെ പാൽ ഒന്നിനും പറ്റൂല. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാവും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ ചായക്കുള്ള പാലൊക്കെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്താണ്. പിന്നെ ഇവിടെ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. സ്റ്റൗ മാത്രമല്ല, നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും ഉണ്ട്. ചോറ് വെക്കാൻ കലമുണ്ട്, അതേപോലെ ചായ ഉണ്ടാക്കാം പാത്രം, പിന്നെ ദോശച്ചട്ടി ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഉള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഈ ചായ ഉണ്ടാക്കണത് കണ്ടിട്ടാണ് തോന്നുന്നത് കേട്ടോ. ആ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കുക്കിംഗ് ആണോ ചോദിച്ചിരുന്നത്. ഈ ചായ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, വേറൊന്നും നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ രാത്രിയിൽ നമ്മൾ കൊണ്ടുവന്നതിന് ആ ഒരു ചിക്കൻ കറി ചൂടാക്കി അങ്ങനെയൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കുട്ടി ചെറിയ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് പഴം പുഴുങ്ങാണ് ഞാൻ. അപ്പോൾ ചെറിയ കുട്ടിയാണ്, 2 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇവിടുന്ന് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇപ്പോൾ തൽക്കാലം നല്ല തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ കുട്ടിക്കുള്ള പഴം അടുപ്പത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ കുട്ടികൾക്ക് കൊടുക്കാനും കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ എന്താ ബിസ്ക്കറ്റും അതേപോലെ തന്നെ ഊട്ടി പെറുക്കി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അങ്ങനെ ആ ചായയൊക്കെ തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ചായപ്പൊടി കേട്ടോ. നല്ല എന്താ പറയുക, ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എൻ്റെ ചായ ടേസ്റ്റ് ഒന്നുമില്ല, ഞാൻ മധുരം ഇടാതെ അല്ലേ കഴിക്കുക. അപ്പം എനിക്ക് മധുരം ഇടാതെ ഞാൻ എടുത്ത് വെച്ചിനി. ബാക്കിയുള്ളവർക്ക് മധുരമൊക്കെ ഇട്ട് ചായയൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനേ മധുരം ഉപേക്ഷിച്ചതുകൊണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അപ്പം എന്നോട് ചോദിച്ചിനി ഷുഗർ നിങ്ങൾക്ക് എത്ര ഉണ്ടെന്നൊക്കെ. ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആയുർവേദ മരുന്നാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഫാസ്റ്റിങ്ങിൽ 205 എപ്പോൾ നോക്കുകയാണെങ്കിലും 200ൻ്റെ മേലേക്കാണ് എനിക്ക് ഉണ്ടാവുക കേട്ടോ. ഇന്ന് അതായത് ഈ വീഡിയോ എടുക്കണ അന്നല്ല കേട്ടോ, ഇന്നാണ് ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നത്, ഇന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇന്ന് രാവിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ 110 നോർമലായിക്കണം കേട്ടോ. ഞാൻ തന്നെ അന്തം വിട്ട്. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിന്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടൂർ പോയപ്പം ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെയൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കണ പോലെ അല്ലല്ലോ, പുറത്തുനിന്ന് നമ്മൾ വിചാരിക്കണ പോലെ കിട്ടൂലല്ലോ.
അപ്പോൾ ഞാൻ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിനി, അതേപോലെ ചപ്പാത്തിയും ഒക്കെ കഴിക്കലുണ്ട്. എന്നോട് പറഞ്ഞിനി ചപ്പാത്തി കഴിക്കണേക്കാട്ടിൽ നല്ലത് ഗോതമ്പത്തിൻ്റെ ഉമ്മില്ലേ അത് കളയാതെ ഗോതമ്പ് ചോറ് വെച്ചുകൊണ്ട് കഴിക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ 2 ദിവസം ഞാൻ ചപ്പാത്തി രാവിലെ കഴിച്ചത്, അതുകൊണ്ട് എന്താവും എന്നറിയില്ല. അപ്പോൾ ഷുഗർ ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതം കേട്ടോ, 110 കണ്ടപ്പോഴേ. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാവും. പിന്നെ മരുന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കഴിച്ചിട്ട് തൊള്ളിക്ക് വെക്കൂല എന്നുള്ളത്, ആ കഴിച്ചിന മരുന്നാണെങ്കിലും നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ശരീരത്തിന് നല്ല സുഖമുണ്ട്. അപ്പം നീ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അയിമ അങ്ങനെ കൂടും. അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു, ഞാനും ചായയൊക്കെ കുടിച്ചു. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മളെ വണ്ടിൻ്റെ അടുത്ത് ഒരു കാട്ടുപോത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി വണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടുമോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിനി. അപ്പോൾ മക്കളൊക്കെ അകത്തേക്കാക്കി ജനലിനുള്ളിൽ കൂടെ അങ്ങനെ നോക്കി വീഡിയോ എടുത്ത് നിൽക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല, ആയിട്ടുള്ള അങ്ങനെ തിന്നങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കാട്ടിലാണ് കാട്ടിപ്പോത്തുണ്ടാവുക, അങ്ങനെ ഇറങ്ങി നടക്കലൊന്നും ഇല്ല അല്ലേ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം ഫസ്റ്റിലൊരു പേടി ഉണ്ടായിനി, വീഡിയോ എടുത്ത് നിൽക്കുകയാണെങ്കിലും അകത്താണ് ജനലിനുള്ളിൽ കൂടെയാണ് കേട്ടോ. പിന്നെ മക്കളെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഉള്ളിലേക്ക് വരും ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ എന്താ പറയുക, കമ്പി കൊണ്ട് മതിലൊക്കെ കിട്ടിയണല്ലോ, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വരലുണ്ടാവില്ല. എന്നാലും ഒരു പേടിയൊക്കെ ഉണ്ടേനും, നല്ല വലിയ ആൾക്കാരാട്ടോ ഒക്കെ. ആദ്യം ഒന്നിനെ കണ്ടിട്ടുള്ളേനും, പിന്നെ അങ്ങനെ വരിക്ക് ഓരോരുത്തർ വരുന്നുണ്ടായില്ലേ. എന്തായാലും ഓരോ അതിൽ അങ്ങനെയാണ് പോയി. പിന്നെ മക്കളോടൊക്കെ കുളിക്കാനൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പോവണ്ടേ, ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ഊട്ടിയിൽ വന്നിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ബോട്ട് ഹൗസിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാനൊക്കെ റെഡിയാവാം കേട്ടോ. മക്കളോടൊക്കെ റെഡിയാവാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ പോകാൻ തോന്നണില്ല, നല്ല തണുപ്പ് തന്നെ, നല്ല തണുപ്പ് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചൂട് പറയേണ്ടല്ലേ, പെരും ചൂടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒക്കെ പോകാനൊക്കെ റെഡിയായി എല്ലാവരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കുന്നാണ് കേട്ടോ, കുറച്ചൊരു എന്താ പറയുക, ഡ്രൈവർമാർക്കൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരെയൊക്കെ പറ്റുള്ളൂ ഇങ്ങോട്ട് വണ്ടിയൊക്കെ കയറ്റാൻ. കാരണം അധികം വീതിയൊന്നുമില്ല റോഡ്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പിന്നെ ഡീസൻ്റാണേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് പോന്നപ്പോൾ രാത്രി അല്ലേനോ, അതുകൊണ്ട് പിന്നെ രാത്രിക്കത്തെ കാഴ്ചകളല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോൾ നല്ല പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഗാർഡനിൽ പോയിട്ടില്ല കേട്ടോ, അവിടെ പോയിട്ടില്ല. ബോട്ട് ഹൗസിലേക്കാണ് പിന്നെ നമ്മൾ പോണത്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ മൈസൂർക്ക് പോയ വീഡിയോ, ആ വീഡിയോ ഇട്ടപ്പം അതിൽ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ ഇന്ന് പോസ്റ്റ് ആക്കണത് കേട്ടോ. മറ്റേത് നമ്മളെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസിനൊന്നും വ്യൂസ് കിട്ടാറില്ല. കുക്കിംഗ് വീഡിയോസല്ലേ നമ്മൾ അധികം ചെയ്യാറ്, അങ്ങനത്തെ വീഡിയോസിനാണ് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടൽ. അപ്പോൾ അതിൽ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കമൻ്റൊക്കെ ഉണ്ടായിനി. അപ്പം ഇനി ഇതിൻ്റെ പാർട്ട് 2 ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അതുകൊണ്ടാണ് കേട്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കണത്. ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് കാണിച്ചിട്ട് വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ആക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ കാണുന്നത് ഇഷ്ടമല്ല ആൾക്കാരും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ കാണിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേനി, രാവിലെ ചായ ഉണ്ടാക്കിയതൊക്കെ വീഡിയോയിൽ കാണിച്ചല്ലോ. ചെറുതായിട്ട് ലേറ്റായിട്ടൊക്കെ കഴിച്ചിട്ടുള്ളതിന്. അപ്പം എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബോട്ട് ഹൗസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബോട്ട് ഹൗസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ ക്യാരറ്റൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ കണ്ടു. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിനി, പിന്നെ വാങ്ങിച്ചതൊന്നുമില്ല.
അങ്ങനെ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് കയറി പോകുന്നുണ്ട്. നല്ല ഫുഡ് ഇനി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിനി ഇവിടുത്തെ ഫുഡ് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ചപ്പാത്തി മുട്ടക്കറി ഇനിയും എന്നാലും കുട്ടികളൊക്കെ പറഞ്ഞു അവരൊക്കെ കഴിച്ച് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പറഞ്ഞു മസാല ദോശയൊക്കെയാണ് കഴിച്ചിരുന്നത്. പിന്നെ അവിടെ കേരള ഫുഡ് എന്ന് കണ്ടും ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കയറിയതാട്ടോ. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോയിൽ കാണിക്കാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനത്തെ വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കുക്കിംഗ് വീഡിയോസിന് വോയിസ് കൊടുത്ത് ശീലമായിട്ടേ. അപ്പം ഐഫക്കുട്ടിനും റിച്ചുവിനും ഒക്കെ നല്ല സന്തോഷം കേട്ടോ. അപ്പോൾ ഒരിക്കൽ പൊറോട്ട മതിയാണ്, വെറും പൊറോട്ടയാണ് കേട്ടോ. ഇന്നലെ രാത്രിയും പൊറോട്ട തന്നെയാണ്, ഇന്ന് രാവിലെയും പൊറോട്ട തന്നെയാണ്. പിന്നെ ചിഞ്ചുമോൾക്കും മഞ്ചുമോൾക്കും ഒക്കെ നെയ് റോസ്റ്റൊക്കെ മതി പറഞ്ഞാണ്ട് ഒരു അതാട്ടോ വാങ്ങിയത്. എനിക്കിതാ ചപ്പാത്തി. ഞാനാണെങ്കിൽ ചപ്പാത്തി എനിക്ക് ഇഷ്ടം തന്നെ അല്ല, എന്നാലും ഇപ്പം ചപ്പാത്തി കഴിക്കല്ല നിവർത്തില്ല. ചപ്പാത്തി മുട്ടക്കറി. ഈ പ്രമേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ വാങ്ങി കഴിക്കണം എന്ന് വിചാരിച്ചാൽ അതിന് നടക്കില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഷുഗറൊക്കെ നോർമലല്ലേ, നമ്മൾ കൺട്രോൾ ചെയ്ത് പോന്നാൽ നമ്മളെ ഹെൽത്തിന് നല്ലത് അല്ലേ. അങ്ങനെ എന്തായാലും ഞാനും ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇനി ബോട്ട് ഹൗസ് കേട്ടോ പോണത്. പിന്നെ അവിടുന്ന് ഞാൻ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. നല്ല വെയിലുമാണ്. പിന്നെ മക്കൾക്കൊന്നും ബോട്ടിൽ പോകും വേണ്ട പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ട് അതിലേക്കൊന്ന് ഇറങ്ങി നടന്നു എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടുന്ന്, ഫാമിലി പിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഒഴിഞ്ഞൊരു ഏരിയയിൽ പോന്നു കേട്ടോ. അപ്പോൾ വാവ് പറഞ്ഞത് മൊട്ടക്കുന്ന് നട്ട വാവ് എന്നോട് പറഞ്ഞത്. എനിക്കറിയില്ല ഇവിടുത്തെ പേരെന്താണെന്നൊന്നും. എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനെ ഓടി കളിക്കാനും അതേപോലെ നല്ല തണലും ഉണ്ട്, നല്ല തണുത്ത കാറ്റും കേട്ടോ. നമുക്ക് എന്താ പറയുക, നല്ല സുഖമായിട്ടിരിക്കാം. ഒരു ഓടി കളിക്കാനും ഒക്കെ സുഖമാണ്. അപ്പോൾ എൻ്റെ റിച്ചുമോ മരം കയറിയിട്ടുണ്ട് കേട്ടോ. ഓന് ഇതേപോലെയുള്ള മരമൊക്കെ കണ്ട അപ്പം കയറണം. വീഴാതെ കയറൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് നിന്നത്. ഇനിയിപ്പോൾ ബാഡ് കമൻറ്റ് ഉണ്ടാവും, മക്കൾ മരം കയറുമ്പോൾ വീഡിയോ എടുത്തിക്കല്ലേ അവരോട് ഇറങ്ങാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടല്ല. ഓൻ കയറും കേട്ടോ മരം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു പന്ത് വാങ്ങി കൊടുത്തിന്. അപ്പം അങ്ങനെ പന്തൊക്കെ കളിച്ച് ഓരും നല്ല ഹാപ്പിയാണ്. പിന്നെ അതേപോലെ ഐസൊക്കെ വാങ്ങി കഴിച്ചു. ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്ന് ഷുഗർ നോക്കിയപ്പോൾ ഞാൻ പേടിച്ചാൽ നോക്കിയിന് ഷുഗർ കൂടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിനൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് നോർമലാണെന്ന് ഷുഗർ. അപ്പം ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ അതിൽ നടന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരാ കേട്ടോ ചെയ്തത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 ദിവസം അങ്ങോട്ട് അടിച്ച് പൊളിച്ചു. ഒരു ദിവസം ഊട്ടിയിലും അതേപോലെ ഒരു ദിവസം മൈസൂരും ഒക്കെ ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്ത്. ചിഞ്ചുമോളിപ്പം വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാട്ടോ ചിഞ്ചുമോൾക്ക്. കാരണം എന്താ വെച്ചാൽ കുറച്ച് തടി വെച്ചാണ് ഇപ്പം, ഹൈറ്റ് കുറവല്ലേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതാട്ടോ മുഖമൊക്കെ പൊത്തി നിൽക്കുന്നത്. പിന്നെ ഇതിൽ കുതിരസവാരിയൊക്കെ പോകണ്ടേനെ ആൾക്കാർ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാല്ലാ നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം നിങ്ങൾക്ക് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. ഈ വീഡിയോ വോയിസ് കൊടുത്തത് അതിൻ്റെ അടിയിൽ കൂടെയാണ്. അപ്പോൾ ഇൻഷാല്ലാ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ ഇപ്രാവശ്യത്തെ ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല, ഞാൻ അയക്കുന്ന സമയത്ത് കാണിക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.